അടൂർ പ്രകാശിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പേരെന്താ? സഹദമ്പലപ്പുഴ ഒരു അനൗൺസറാണ് അല്ലേ? അപ്പം സഹദ് അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് എത്ര ദിവസമായിട്ട് അനൗൺസ് ചെയ്യുന്നു? ഇന്നത്തേക്ക് 18 ദിവസമായി. 18 ദിവസമായിട്ട് അടൂർ പ്രകാശിനെ കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് അല്ലേ? എങ്ങനെയാ ഇപ്പൊ പറയുന്നത്? കാണാതറിയോ? പിന്നെ ഇത് മനസ്സിലിട്ട് നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ പറയും. ഇപ്പോഴത്തെ രാഷ്ട്രീയ ആനുകാലിക കാര്യങ്ങൾ വെച്ചിട്ട് സാറിന്റെ വികസന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറയും ആണ് അല്ലേ? ഉദാഹരണത്തിന് ഒരു സാമ്പിൾ വെടിക്കെട്ടെടുത്താൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി, ഐക്യജനാധിപത്യയുടെ മുന്നണിയുടെ അഭിമാനം, ആറ്റിങ്ങലിന്റെ വികസന നായകൻ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് നിങ്ങളെ കാണുവാൻ, നിങ്ങളെ കേൾക്കുവാൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പ്രൗഢഗംഭീരമായ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കുക. നാടിന്റെ നന്മക്ക്, ഇന്ത്യയുടെ പുരോഗതിക്ക്, ആറ്റിങ്ങലിന്റെ വികസനത്തിന്. അങ്ങനെ വികസനങ്ങൾ ഇങ്ങനെ ഇതുവരെ കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടി മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതെ അങ്ങനെ റെക്കോർഡിംഗ് പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അനൗൺസ്മെന്റ് ലൈവ് വോട്ടുള്ള കൈപ്പത്തി UDF അങ്ങനെ ആണല്ലേ? അപ്പം അടൂർ പ്രകാശിന് വേണ്ടി അനൗൺസ് ചെയ്യുന്ന ഒരു അനൗൺസറെയാണ് നമ്മൾ കണ്ടത്, സഹദ് അമ്പലപ്പുഴ അല്ലേ? താങ്ക് യു സഹദ്. ഓക്കെ, കൊള്ളാം. അപ്പോൾ നമുക്കൊപ്പം UDFന്റെ കുറച്ച് പ്രവർത്തകർ കൂടിയുണ്ട്. ആത്മവിശ്വാസം എത്രയുണ്ട്? 100% ആത്മവിശ്വാസം. ഭൂരിപക്ഷം കൂടുവോ? ഭൂരിപക്ഷം കൂടും. 50,000 മേളിൽ വരും. നേരിടുന്നത് CPM ജില്ലാ സെക്രട്ടറിയാ. അതൊന്നൊരു വിഷയമുള്ള കാര്യമേ. അതുകൊണ്ടാണ് നമുക്ക് പേടിയില്ല. ജില്ലാ സെക്രട്ടറിയിൽ ആര് വന്നാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു പ്രശ്നമില്ല. ആര് വന്നാലും നോക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF ജയിക്കും. UDF തന്നെ ജയിക്കും. അടൂർ പ്രകാശ് വികസനം കഴിഞ്ഞ 5 വർഷക്കാലം സാധാരണക്കാരന് ഒരു ആവശ്യവുമായി കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഒരു MP ഉണ്ടായിരുന്നു എന്ന് ആറ്റിങ്ങലുകാർക്ക് തോന്നിയത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. ഒരു CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും കത്തില്ലാതെ ഒരു ആവശ്യത്തിന് ഒരു സാധാരണക്കാരനെ കടന്നു ചെല്ലാൻ പറ്റിയത് കഴിഞ്ഞ 5 വർഷക്കാലം തന്നെയാണ്. അത് തന്നെയാണ് അടൂർ പ്രകാശിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാന്നിധ്യം കുഴപ്പമാവൂ? ഇതിന്റെ ഒന്നിന്റെയും ഒരു വിഷയമില്ല. നമുക്ക് അനുകൂലമാണ്. എല്ലാ സാധനവും അനുകൂലമാണ്. ആണോ? മണ്ഡലത്തിൽ UDFന്റെ ട്രെൻഡ് ഉണ്ടോ? UDF ട്രെൻഡ് തന്നെയാണ്. UDF ട്രെൻഡ് അല്ല, അടൂർ പ്രകാശ് ട്രെൻഡാണ്. കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധി ശബരിമല വിഷയമൊന്നും ഇത്തവണ ഇല്ല. വിഷയമുള്ള കാര്യമല്ല, അതൊന്നൊരു വിഷയമുള്ള കാര്യം. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കേരളം ഭരിക്കുന്ന LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരവും ഉണ്ട്. അത് രണ്ടും വോട്ടായി മാറുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. ഏറ്റവും വലിയ ചിരകാല സ്വപ്നമായിരുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയ ആറ്റിങ്ങലിലെ ജനപ്രിയ നായകനാണ് അടൂർ പ്രകാശ്. ഓക്കെ, അപ്പോൾ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അടൂർ പ്രകാശിന് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. ബ്ലോക്ക് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനൊരു വികാരവും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭാഗത്ത് അടൂർ പ്രകാശ്, ഒരു ഭാഗത്ത് വി ജോയ്, വി മുരളീധരൻ മത്സരം കടുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അടൂർ പ്രകാശിന് ആത്മവിശ്വാസമുണ്ട്, UDF പ്രവർത്തകർക്കും.